നേരം ഓൺലൈൻ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് വാസ്തവമായിട്ടുള്ള കാര്യം ചർച്ച ചെയ്യുന്നത്, നമ്മളൊരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ആ ആ വസ്തുവിൽ ഒരു പ്ലാൻ വരയ്ക്കണം. ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ കയ്യിൽ എസ്റ്റിമേറ്റ്, നമ്മുടെ കയ്യിൽ ലോൺ എടുത്തായിരുന്നാലും അല്ലെങ്കിൽ എത്ര രൂപ വരെ പോകാൻ സാധിക്കും. അമിതമായിട്ട് കടം വാങ്ങിച്ചൊരു വീട് വയ്ക്കാൻ ഒരിക്കലും തന്നെ പോകരുത്. അതങ്ങനെ അമിതമായ കടം വാങ്ങിച്ച് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി താമസിക്കാൻ നമുക്ക് കടക്കാരെ കൊണ്ട് നിർവാഹമില്ലാത്ത ഗതികേട് വരും. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് കയ്യിലുള്ള പൈസയും കുറച്ചൊക്കെ ലോണൊക്കെ എടുത്തു വെച്ച് മാത്രമേ ഒരു വീട് വയ്ക്കാനുള്ള സംരംഭത്തിലേക്ക് നമ്മൾ പോകാം. അതൊരു അഡ്വൈസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലി ചർച്ചയാണ് നമുക്കിൽ വേണ്ടത്. എത്ര മുറി വേണം, എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, തടി എന്താണ് ഉപയോഗിക്കേണ്ടത്. തടി ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു വീടിന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ തേക്ക് തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് സംശയമില്ല. പക്ഷേ അത് സാധാരണക്കാർക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. രണ്ടാമത്, പണ്ട് കാലം മുതലേ തന്നെ ആഞ്ഞിൽ, പ്ലാവ്, മഹാഗണി ഇതുപോലുള്ള തടികളെടുക്കും. നാടൻ തടികൾ കുഴപ്പമില്ല. പണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഈ മലേഷ്യൻ വുഡൊക്കെ എടുത്തവരെല്ലാം തന്നെ ഗതികേടിൽ വന്നൊക്കെയാണ്. ഇതെല്ലാം തന്നെ ബെഞ്ചതിൽ കയറി ഇപ്പോൾ എല്ലാം കഷ്ടപ്പാട് നടക്കുകയാണ്. ആദ്യകാലം വന്ന തടികളൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എല്ലാം തന്നെ പ്രശ്നങ്ങളാണ്. എന്നാൽ നമ്മുടെ നാടൻ തടികൾ, നമ്മുടെ കേരളത്തിൽ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരണമായിട്ടുള്ള തടികൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിത് ഏതിലാണ് തടി ഉപയോഗിക്കേണ്ടത് എന്നൊരു ചിന്താതീവാണ്. തടിയുടെ കാര്യം പറയുമ്പോൾ ആണ് ശ്രദ്ധിക്കേണ്ടത്, പ്രധാനപ്പെട്ട പൂമുഖവാതിൽ, അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ മാത്രം, അതിൻ്റെ കട്ടളപ്പടിയും അതിൻ്റെ ഡോറും ഒരെണ്ണം തടി തന്നെ ആയിരിക്കണം. തേക്കാണെങ്കിൽ തേക്ക്, പ്ലാവാണെങ്കിൽ പ്ലാവ്, അങ്ങനെയുള്ളത്. മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് മറ്റുള്ള അകത്ത് വരുന്ന തടികളെല്ലാം തന്നെ വേറെ ഏത് വേണോ ആകാം. ഇപ്പോൾ പ്രധാനപ്പെട്ട വാതിൽ മാത്രമാണ് നമ്മളിപ്പോഴും ഏത് തടിയാണോ ഉപയോഗിക്കുന്നത് ആ തടിയുടെ കട്ടളപ്പടിയും, അതായത് കട്ടളപ്പടിയും ഡോറും ഒന്ന് തന്നെ ആയിരിക്കണം. അകത്ത് നമുക്ക് വേറെ ഏത് തടിയാണോ ആകുന്നതിന് തടസ്സമില്ല. അത് പ്രത്യേകം ചെയ്യട്ടെ. അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് കൂട്ടായിട്ടൊരു ആലോചന, എത്ര മുറി വേണം, എങ്ങനെ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ. അപ്പോൾ ഒറ്റ നില കെട്ടിടമാണോ അല്ലെങ്കിൽ ഇരുനില കെട്ടിടമാണോ, അതും വേണം. നമുക്ക് എപ്പോഴും തന്നെ 5 സെൻറ്റിനകത്ത് നമ്മളൊരു വീട് പണി പോവുകയാണെങ്കിൽ എപ്പോഴും തന്നെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തന്നെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമുക്ക് മുറ്റമൊന്നും കിട്ടില്ല. നമുക്ക് കോർപ്പറേഷൻ നിയമപ്രകാരം തന്നെ ശരി, ഫ്രണ്ട് വന്നിട്ട് 3 മീറ്റർ വിടണം, ബാക്ക് വന്നിട്ട് ഏകദേശം 150 സെൻറ്റിമീറ്റർ അത് വേണം, 2 സൈഡ് 1 മീറ്റർ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഒറ്റ നിലയായിട്ട് ചെയ്യണമെങ്കിൽ സ്ഥലം കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇരുനില വീട് പണിയാമെങ്കിൽ ആ സ്ഥലം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇരുനില വീട് പണിയുമ്പോഴും ഒറ്റ നില വീട് പണിയുമ്പോഴും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ. ഇപ്പോൾ വിശദമായിട്ട് നമ്മൾ പ്ലാൻ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്ക് ഒരു മിനിമം ഫാമിലി, അതായത് ഒരുപാട് 10,200 സ്ക്വയർ ഫീറ്റ് 1,300 സ്ക്വയർ ഫീറ്റൊക്കെ വയ്ക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ 2 ബെഡ്റൂമും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെടുക്കും. താഴെ ഒരു ബെഡ്റൂമേ എടുക്കുള്ളൂ. അത് കന്നിമൂല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എടുക്കും. പിന്നെ ബാക്കിയുള്ള സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള്, കിച്ചൺ, അതുപോലെ വിശാലമായിട്ട് വരികയാണെങ്കിൽ പിന്നെ സ്റ്റെയർ കേസ്, അതിനുള്ള സ്ഥലമേ കിട്ടുള്ളൂ. അല്ല, ചില ആൾക്കാർക്ക് 2 ബെഡ്റൂം താഴെ വേണ്ടി വരും. കാരണം പ്രായമായ അച്ഛനും അമ്മയ്ക്കും തന്നെ ഉയരോട്ട് കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അല്ലെ വേറെ പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ 2 ബെഡ്റൂം താഴെ എടുക്കുകയാണെങ്കിൽ ഉയരം വന്നിട്ട് 2 ബെഡ്റൂമാണ്, അപ്പോൾ 4 ബെഡ്റൂമായി. അപ്പോൾ ഇത് ബെഡ്റൂം കൂടുന്നതോടെ തന്നെ സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളും കൂടി വരും. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഒരു മിനിമം ഫാമിലി, ചെറിയ ഫാമിലിക്ക് 3 ബെഡ്റൂം ആണെങ്കിൽ ഒരു 1,200-നും 1,400-നും ഇടയ്ക്ക് കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇതെല്ലാം സാമ്പത്തികമായിട്ടാണ്. അല്ല, സാമ്പത്തികമുള്ളവർക്ക് എത്ര വേണോ വലുതായി വീട് വയ്ക്കാൻ യാതൊരു തടസ്സമില്ല.
തെക്ക് ദർശനമായിട്ടാണ് നിങ്ങളെ വീട് നിൽക്കുന്നത്. തെക്കാണ് റോഡുള്ളത്. അപ്പോൾ ആ പ്ലാൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൂമുഖവാതിൽ, പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കേണ്ടത് തെക്കിൻ്റെ മധ്യം എടുത്ത് കിഴക്കോട്ട് മാറിയായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അതായത് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ആ വീടിൻ്റെ പ്ലാൻ്റെ തെക്കിൻ്റെ മധ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറിയാണ് നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കേണ്ടത്. അല്ലാതെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കരുത്. ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട്. ഉച്ചസ്ഥാനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉച്ചസ്ഥാനത്തേക്ക് അത് കൊടുക്കാവൂ. അടുത്ത് നമുക്കൊരു പക്ഷേ പടിഞ്ഞാറാണ് നമ്മുടെ ദർശനം വരെയാണ്. പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിൻ്റെ മധ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റി പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കണം. ഇനി അടുത്ത് വടക്കാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ദർശനം വരണമെങ്കിൽ വടക്കിൻ്റെ മധ്യം എടുത്ത് കിഴക്കോട്ട് മാറ്റി കൊടുക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ട വാതിലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കിഴക്ക് ദർശനമായിട്ടാണ് കിഴക്കിൻ്റെ മധ്യം എടുത്തിട്ട് കിഴക്കിൻ്റെ കറക്റ്റ് മധ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റി കൊടുക്കണം. ഇതാണ് ഉച്ചസ്ഥാനം. ഞാൻ ഈ പറയുന്ന ഉച്ചസ്ഥാനം. മറ്റേത് നീചസ്ഥാനത്തേക്ക് പോകും. എന്നാൽ കിഴക്കിന് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. വേണ്ടി വന്നാൽ മധ്യം എടുത്ത് അല്പം തെക്കോട്ട് മാറ്റി കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്നെങ്കിലും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്, പിന്നെ കിഴക്ക് ദർശനമായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു വീടിൻ്റെ ഡിസൈൻ കൊടുക്കുമ്പോൾ കഴിയുന്നതും തെക്ക് കിഴക്കേ മൂല ഭാഗത്തേക്ക് കാർപോർച്ച് വരത്തക്കില്ല കൊടുക്കുക. അടുക്കളയ്ക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഒന്നാം സ്ഥാനം തെക്ക് കിഴക്ക് തന്നെയാണ്. വടക്ക് കിഴക്ക് കൊടുക്കുക, വടക്ക് പടിഞ്ഞാറ് കൊടുക്കുക, ഈ ഭാഗത്ത് കൊടുക്കുന്ന തടസ്സം. എങ്കിൽ തന്നെയും കിഴക്ക് ദർശനമായിട്ട് നിൽക്കുമ്പോൾ പല ആൾക്കാർക്കും എലിവേഷൻ്റെ ഇത് കിഴക്ക് ഭാഗത്തേക്ക് അടുക്കള വരാൻ ചെറിയ വൈമനസ്യം കാണിക്കും. അങ്ങനെയുള്ളവർക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അടുക്കള കൊടുത്ത് ഡിസൈൻ ചെയ്യാം. സ്റ്റെയർ കേസ് നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റെയർ കേസ് വീടിനകത്തൊരു പ്ലാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലത് തെക്കോട്ട് നോക്കി ക്ലോക്ക് വീസ് വരണം. തെക്കോട്ട് നോക്കി കയറി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് വരാം. അതാണ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്താണ് ക്ലോക്ക് വൈസ്? ഭൂമിയുടെ റൊട്ടേഷൻ്റെ ആ രീതിയാണ്. നമുക്ക് പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, തെക്ക് ഇങ്ങനെ റൊട്ടേഷൻ, ഇടത്ത് നിന്ന് വലത്തോട്ട് എന്നുള്ള ആ കണക്കിൽ കൂടെയാണ് നമുക്ക് ആ റൊട്ടേഷൻ വരണം. ആ രീതി തന്നെയാണ് സ്റ്റെയർ കേസിന് കണക്കെടുക്കുന്നത്. കിഴക്കോട്ട് നോക്കി സ്റ്റെയർ കേസ് വരയ്ക്കരുത്. പല ആൾക്കാരും ഈ ഗോവണിപ്പടി, അത് സ്റ്റെയർ കേസ് പണി കിഴക്കോട്ട് സൂര്യനെ നോക്കി സ്റ്റെയർ കേസ് ഇടുക, എന്നിട്ട് ക്ലോക്ക് വൈസിൽ വരയ്ക്കുക. അത് നല്ലതല്ല. നമുക്ക് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് തെക്കോട്ട് നോക്കി ക്ലോക്ക് വൈസ് വരാം, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി ക്ലോക്ക് വൈസ് വരാം. വേണ്ടി വന്നാൽ വടക്കോട്ട് നോക്കി ക്ലോക്ക് വൈസിൽ എടുക്കുന്ന തടസ്സമില്ല. കിഴക്കോട്ട് നോക്കി ക്ലോക്ക് വൈസിൽ എടുക്കണ്ട. ഇനി പ്ലാൻ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് പൂജാമുറി. പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം എവിടെ എന്ന് വെച്ചാൽ വടക്ക് കിഴക്കേ മൂലഭാഗം, ഈശാന കോണ് തന്നെയാണ്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ, പല ആൾക്കും കഴിയാറില്ല, കഴിയുമെങ്കിൽ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് ഒരു ചെറിയൊരു പൂജാമുറി നമ്മൾ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും. വീട്ടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ആ പൂജാമുറിയിൽ നിന്ന് കിട്ടും. സംശയമില്ലാത്ത കാര്യമാണ്. സ്ഥാനം അതാണ്. സ്ഥാനവത്ത് ഒരു വിളക്കെത്തിക്കുന്ന ഭാവം എന്നാലും സ്ഥാനവത്ത് കൊടുത്താൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടും നമ്മൾ തൊഴുന്നത് കിഴക്കോട്ടും. നമുക്കാണ് ഊർജം കിട്ടേണ്ടത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അയ്യോ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കിഴക്കോട്ടല്ലേ കൂടുതലിരിക്കുന്നത്, അപ്പോൾ നമ്മളെ വീട്ടിലെ പൂജാമുറി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കേണ്ടതിന് നല്ലത് എന്ന്. കാരണം ക്ഷേത്രം ചെയ്യുന്ന ഒരാളെ കൊണ്ടാണ് അവർ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല. അതായത് അമ്പലത്തിൽ ദേവന് പ്രാധാന്യം, വീട്ടിൽ മനുഷ്യന് പ്രാധാന്യം. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. നമുക്കാണ് ഊർജ്ജ ലെവൽ കിട്ടേണ്ടത്. നമുക്ക് ഊർജ്ജ ലെവലിൽ സൂര്യൻ കിഴക്ക് ഉദിച്ചാൽ ആദ്യം നിന്ന് കിട്ടുന്ന ഊർജ്ജ ലെവലാണ് ഏറ്റവും കണക്കെടുക്കേണ്ടത്. അപ്പോൾ ആ തത്വം തന്നെയാണ്. എന്നാൽ തിരിച്ച് പടങ്ങളെല്ലാം കിഴക്കോട്ട് വെച്ചുകൂടാന്ന് ഒന്നിലും പറയുന്നില്ല. നമുക്കങ്ങനെ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തേക്ക് പടിഞ്ഞാട്ട് ഭാഗത്ത് നോക്കിയിരിക്കത്തെങ്കിൽ പൂജാമുറിയുടെ ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മറിച്ച് ചെയ്യാം. കിഴക്കോട്ട് നോക്കി വരത്തെങ്കിൽ ചെയ്യുന്ന യാതൊരു തടസ്സവുമില്ല. പിന്നെ വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് തന്നെ നമുക്ക് പൂജാമുറി കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ വീടിൻ്റെ ഗ്രഹാന്തരീക്ഷത്തിന് അനുസരണമായ രീതിയിൽ നമുക്കൊരു പൂജാമുറി ചെയ്യുന്നതിന് തടസ്സമില്ല. പൂജാമുറി തന്നെ ചെയ്യാൻ സ്ഥലമില്ല
എങ്കിൽ എന്ത് വേണം, ഒരു സ്റ്റാൻഡ് വെച്ച് നമുക്ക് അത്യാവശ്യം 1-2 പടങ്ങൾ വെച്ച് വിളക്ക് കത്തിക്കാം. 1-2 പടങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ആവാം. ചില ആൾക്കാർ ശൈവം വൈഷ്ണവത്തിലേക്ക് വിഷ്ണുവിനെ കൃഷ്ണനെ ആരാധിക്കുന്നവരുണ്ടാവും, ശിവനെയും മുരുകനെയും ഗണപതിയും ആരാധിക്കുന്നവരുണ്ടാവും, അമ്മയെ മാത്രം ആരാധിക്കുക, ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണ്. എങ്കിലും മഹാഗണപതിയെ ഒരിക്കലും തന്നെ നമ്മൾ സ്റ്റാൻഡ് വെച്ച് വയ്ക്കുമ്പോൾ ഒഴിവാക്കരുത്. അത് ശൈവത്തിലായിരുന്നാലും വൈഷ്ണവത്തിലിരുന്നാലും മഹാഗണപതിക്ക് സ്ഥാനം കൊടുക്കണമെന്നർത്ഥം. ഒരിക്കലും തന്നെ മഹാഗണപതിക്ക് നമ്മൾ കൊടുത്തിരുന്നാൽ വീട്ടിൽ തടസ്സങ്ങളുണ്ടാവില്ല, ഐശ്വര്യം കൂടെയുള്ളൂ. അതുകൊണ്ട് ഗണപതിയെ നമുക്ക് ഒരിക്കലും തന്നെ സ്റ്റാൻഡ് വെച്ച് വിളക്ക് കത്തിക്കുമ്പോൾ ഗണപതിയെ ഒഴിവാക്കരുത്. മറ്റുള്ളതൊക്കെ ഏതുകൊണ്ടും ആവാം. വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ തീനാളം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വരണം. അപ്പോൾ രണ്ട് തിരി ചേർത്തിട്ടാണ് ഒരു തീനാളം കൊടുക്കേണ്ടത്. അപ്പോൾ തിരി 4, തീനാളം 2. പല ആൾക്കാർക്കും അതുകൊണ്ട് ഞങ്ങൾ 5 തിരി കത്തിക്കുന്നതിന് തടസ്സമുണ്ടോ? ഒരു കുഴപ്പമില്ല. 5 തിരിയോ 7 തിരിയോ കത്തിക്കുന്ന തടസ്സമൊന്നുമില്ല. പിന്നെ ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നെയ്യാണ്. നെയ്യ് ഒഴിച്ച് വീട്ടിനകത്ത് വിളക്ക് കത്തിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും. വളരെയധികം നമ്മുടെ ഊർജ്ജ കൂടും. അപ്പോൾ അതിന് സാധിക്കാത്ത അവസരം ഉണ്ടെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഒഴിവാക്കുക. പിന്നെ വിളക്ക് കത്തിക്കുന്നതിൽ തന്നെ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നത് പോലെയാണ് നമ്മൾ വിളക്ക് സൂക്ഷിക്കേണ്ടത്. വിളക്ക് പല വീടുകളിലും ഇന്ന് വിളക്ക് കത്തിച്ചാൽ പിറ്റേ ദിവസം എണ്ണ മാറ്റാല്ല ക്ലാവ് പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയെങ്കിൽ വിളക്ക് കത്തിക്കാൻ പോകരുത്. നമ്മൾ പരിപാലിക്കണം. നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നത് പോലെയാണ് നമ്മുടെ ശരീരം സൂക്ഷിക്കുന്ന അതേ രീതി തന്നെയാണ് ഇത് വിളക്കം സൂക്ഷിക്കേണ്ടത്. അങ്ങനെയൊക്കെ പരിപാലിച്ച് വന്നാണ് വീടിന് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും, അസുഖങ്ങളില്ലായിരിക്കും. പിന്നെ ലക്ഷ്മി വിളക്ക് കത്തിക്കുന്നത് വീടിൻ്റെ ഉമ്മറത്ത്. ലക്ഷ്മി വിളക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ലക്ഷ്മി വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ രാവിലെ തീനാളം കിഴക്കോട്ട് വരത്തക്ക രീതിയിൽ വീടിൻ്റെ ഉമ്മറത്ത് പ്രധാനപ്പെട്ട വാതിലിൻ്റെ പടിയോട് ചേർത്ത് വയ്ക്കണം. വൈകുന്നേരം, അതായത് വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ തീനാളം പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കണം. ലക്ഷ്മി വിളക്ക് കത്തിക്കുമ്പോൾ കർശനമായിട്ട് അര ടീസ്പൂൺ നെയ്യ് തന്നെ ഒഴിക്കണം. അണുനശീകരണം ഏറ്റവും കൂടുതൽ പവറുമായിരിക്കും. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. പിന്നെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഈ പ്ലാൻ വരച്ച കൂടിയാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത്. പ്രധാനപ്പെട്ട ബെഡ്റൂം എവിടെ കൊടുക്കണം എന്ന് കേട്ടാൽ അത് തെക്ക് പടിഞ്ഞാറേ ഭാഗം, കന്നിമൂല ഭാഗത്ത് തന്നെ നമുക്ക് കൊടുക്കണമെന്നർത്ഥം. ഇനി ഇതിന് സംബന്ധമായിട്ട് കൂടുതൽ കാര്യങ്ങൾക്ക് ഉള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡ് വിശദമായിട്ട് സംസാരിക്കാം. നമസ്കാരം.